മറ്റേത് ചാരി കിടന്ന് ഉറങ്ങും. ഹലോ, അനുവിന്റെ അതിന്റെ ലബൂബ് കണ്ടാ വേറൊരു വീഡിയോയിൽ ആഡ് ആക്കാത്തോണ്ട് ഇത് പൊക്കി പിടിച്ച് നിക്കേന്ന് കേട്ടാ. നമ്മ ഇന്ന് 4 പേരും കൂട്ട് ഇത് ശനിയാഴ്ചയാന്നേ, ചേട്ടന് ലീവാന്ന്, മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടാ. അനുവിനെ അധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലേ. എന്നിട്ട് ഞാൻ അജയേട്ടനെ കാണിക്കുന്നേ. അജയേട്ടൻ ഇന്ന് കുറച്ച് പത്രാസ് കൂടുതലില്ലേ എന്നാന്നറിയാം, ഇന്ന് അജയേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ പിന്നെ ലേശം പത്രാസെല്ലാം കളിക്കാല്ലേ. ഇന്നിപ്പോ എവിടെ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. അറേബ്യൻ വൈൽഡ് ലൈഫ് സെന്റർ എന്ന് പറഞ്ഞ ഷാർജയിലെ ഒരു പ്ലേസിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഡെസേർട്ട് പാർക്ക് എന്നും പറയും, പക്ഷെ ഗൂഗിളിൽ അടിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത് അറേബ്യൻ വൈൽഡ് ലൈഫ് സെന്റർ എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടാ. അത് തന്നെ എല്ലാ ലൊക്കേഷനും എല്ലാം കിട്ടുവേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു 11 മണി ആയിന് കേട്ടാ. 11 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. എന്നാൽ പിന്നെ ആ സമയമാകുമ്പോ എത്തിയാതിയല്ലോ പറഞ്ഞിട്ട് മെല്ലെ അങ്ങ് റെഡി ആയിട്ട് പോയതാണേ. നല്ല ചൂടുണ്ടായിനി. പിന്നെ കഴിഞ്ഞ ആഴ്ച അനുവാദം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോവാന്നുള്ളത്. അതുകൊണ്ടാണ് ചൂടൊന്നും വകവെക്കാണ്ട് നമ്മ ഈ പോന്നതേ. ഈ സ്ഥലം വരുന്നത് ദെയ്ത്ത് റോഡിലാണ്. ഷാർജയിന്ന് ദെയ്ത്ത് റോഡിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അന്നേരം നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് ആ ബ്രിഡ്ജ് കയറി, മുമ്പിൽ ഒരു ബ്രിഡ്ജ് കാണുന്നില്ലേ നിങ്ങള്, ആ ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറത്തേക്ക് കടക്കണം. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും കേട്ടാ. വലിയ കൺഫ്യൂഷൻ ആവേണ്ട സംഭവമൊന്നുമില്ല. ഇപ്പൊ ഈ നേരെ കാണുന്നത് അതിന്റെ എൻട്രൻസ് ആണേ. അവിടെ എത്തുന്ന സമയത്ത് അവിടെ 2-3 വണ്ടി എൻട്രൻസ് തന്നെ നിൽക്കുന്നുണ്ട്. അത് അവിടെ തന്നെ എൻട്രൻസിൽ തന്നെ നമ്മൾ വണ്ടി ഇറങ്ങി സൈഡാക്കി ഒന്നും ചെയ്യൊന്നും വേണ്ട. നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് പോവാം. ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണേ. 13 തൊട്ടിട്ട് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് 20 ദറംസ് ആണ് ടിക്കറ്റിന്റെ പ്രൈസ്. പ്ലസ് 1 ദറംസ് വാറ്റ് വരും. അന്നേരം ഒരാൾക്ക് 21 ദറംസ് വരും. പിന്നെ പ്രത്യേകിച്ചിട്ടുള്ളൊരു കാര്യം, ആടെ കാർഡ് പേയ്മെന്റ് എടുക്കുന്നില്ല, അവര് ക്യാഷ് ആണേ ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് രണ്ടാൾക്കും മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടു. അനുവാദിക്കും 13 വയസ്സാവാത്തതുകൊണ്ട് അവർക്ക് ഫ്രീ എൻട്രി ആണേ. അങ്ങനെ നേരെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിംഗ് എല്ലാം നല്ല സൗകര്യമുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരത്തെ പോയത് കൊണ്ട് വലിയ തിരക്ക് ഉണ്ടായിട്ടില്ല ആനും. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് നല്ല വെയില്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാനും അജയേട്ടന് സൺഗ്ലാസ് എല്ലാം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിനെ. പക്ഷെ അനുവിന്റെ അതിന്റെ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് അവര് കണ്ണ് തുറക്കാൻ പോലും ആവുന്നില്ല. കണ്ണിങ്ങനെ പൂട്ടിപ്പിടിച്ചിട്ടാണ്, കൈകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടാ. ആദ്യം തന്നെ നമ്മ പോയത് ബിൽഡിങ്ങിന്റെ പേര് അറേബ്യൻ വൈൽഡ് ലൈഫ് സെന്റർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണേ. അപ്പൊ ഈ നേരെ കാണുന്നതാണത്. ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് ആദ്യം പോയത്. നമ്മ ഓൾറെഡി ഒരു 4-5 വർഷം മുമ്പ് ഇവിടത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് കേട്ടാ. കയറി കഴിഞ്ഞാൽ റിസപ്ഷനിൽ അവിടെ സ്റ്റാഫ് ഇരിക്കുന്നുണ്ടാവും. ഈ ടിക്കറ്റ് അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ സീൽ ചെയ്തിട്ട് തരും. കേറുന്നതേ ഇതുപോലൊരു ഒരു തിയേറ്ററിന്റെ എഫക്റ്റിൽ ഒരു സംഭവമാണേ. അവിടെ കണ്ട അറേബ്യൻ വൈൽഡ് ലൈഫ് സെന്റർ, അവിടെയുള്ള സംഭവങ്ങളും എല്ലാം ഒരു ഷോർട്ടായിട്ട് ഒരു വീഡിയോ പോലെ പ്ലേ ചെയ്ത് തരുന്നുണ്ട് കേട്ടാ. അത് അനുവിനെ അധികം വലിയ താല്പര്യമൊന്നുമില്ല. എന്തല്ലോ ബഗിട് കളിക്കുന്നുണ്ട് രണ്ടും കൂടിയിട്ട് നടന്ന്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കേറിയേ. അവിടുന്ന് തന്നെ പാസേജ് ആ ഒരു വഴി തന്നെ പോയി കഴിഞ്ഞാൽ മതി. പിന്നെ വലിയൊരു ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഇത് ചെറുതായിട്ടുള്ള ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറച്ചും കൂടി നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഇതിനിപ്പോ കാണുന്നതെല്ലാം പാമ്പുകളാണ്, ഓരോരോ ടൈപ്പ് ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകളാണ്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഗ്ലാസ് ആണെങ്കിലും അത് ഉറങ്ങിയെന്ന്. എനിക്ക് പാമ്പിനെ പൊതുവേ പേടിയാണ്. അന്നേരം ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് അടുത്തേക്ക് ക്യാമറ എടുത്തിട്ട് പോകുന്ന സമയത്ത് തന്നെ ഒരു പേടിയാവുന്നത്. അന്നേരം ഇതിന്റെ അകത്ത് മാത്രമേ ഇവർ ലൈറ്റ് ഇട്ട് വെക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇരുട്ടാണ്. അന്നേരം നമുക്ക് ആ ഒരു ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുവേ.
അങ്ങനെ ഓരോന്നായിട്ട് കണ്ടോണ്ടിരിക്കേന്ന് ട്ടാ. ഈ ഒരു സെക്ഷൻ മൊത്തം പാമ്പ് വരുന്നതാണ്. ഇത് അതിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇംഗ്ലീഷിലും അറബിക്കിലായിട്ട് അവിടെ അവര് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടാ. അങ്ങനെ ഓരോരോ സൈഡില് പോകുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം പാമ്പുകള്. നമ്മളെ നാട്ടിലങ്ങ് കണ്ട് ശീലൂല പാമ്പല്ല. മീൻസ് അതിന്റെ പേര് എനിക്ക് തോന്നുന്നു ഡെസേർട്ടിലെല്ലാം ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാമ്പുകളാണ് ട്ടാ. നാട്ടിലങ്ങനെയില്ലേ ആ ഒരു ടൈപ്പ് എനക്ക് നാട്ടിലത്തെ പാമ്പിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല. അല്ല ഞാൻ പറയുന്നത് പൊതുവേ എല്ലാം ഡെസേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാമ്പുകളാണ് കേട്ടോ അതിൽ കാണുന്നത്. പേര് നോക്കിയിട്ടാണേ. പേര് നോക്കിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഒന്നും ഇല്ല. പിന്നെ ഇത് കണ്ട അതാ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കണ്ട. ഇതിപ്പോ നമ്മ ഒരു വീഡിയോയിലെല്ലാം കാണയില്ലേ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുന്ന മണ്ണിന്റെ അടിയിൽ കൂടെ. പൊതുവേ നല്ല വിഷമില്ല ഐറ്റം എന്നാണ് പറയല് കേട്ടാ. അറിയില്ല ആ ഡീറ്റെയിൽസ് അറിയില്ല. പൊതുവേ ഇങ്ങനെ മണ്ണിന്റെ അടുത്തെല്ലാം പോകുന്ന സമയത്ത് ആ ചേട്ടൻ ഇങ്ങനെ മരുഭൂമിയിലെല്ലാം പോകുന്ന സമയത്ത് ഇങ്ങനെ നോക്കും. അന്നേരം ഇങ്ങനെ ഈ ഒരു പാടുണ്ടോന്ന് മീൻസ് നമുക്ക് കാണുകയൊന്നും ചെയ്യില്ല. എന്നാൽ നമുക്കൊരു പേടിച്ചിട്ടാണേ. അന്നേരം അവിടെ ഡേഞ്ചർ ആയിട്ടുള്ളതാണെങ്കിൽ അവിടെ ഒരു ഡേഞ്ചറസിന്റെ ഒരു ചിഹ്നം കൊടുക്കുന്നുണ്ട് കേട്ടാ. ആ പാമ്പിന്റെ ഡീറ്റെയിൽസ് എഴുതി എടുത്ത അങ്ങനെ കുറച്ച് കുറെ വെറൈറ്റി ഓഫ് പാമ്പ് ഉണ്ട് അവിടെ. ചില പാമ്പിന്റെ കൂട്ടിന്റെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടേ മുട്ടരുത് മീൻസ് ഗ്ലാസ്സിന് മുട്ടിട്ട് സൗണ്ട് ആക്കരുത് അതെന്നെ അപ്സെറ്റ് ചെയ്യിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടാ. പൊതുവേല് അനുവിനി അതിക്ക് മുട്ടാന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോകാൻ ഒരു പേടിയാണ്. ഗ്ലാസിന്റെ അപ്പുറം ഇപ്പുറം ആണെങ്കിലും എന്തോ ഒരു കാണുമ്പോ ഒരു മീൻസ് പാമ്പ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കൂല. എന്റെയും എന്റെ മക്കളെയും കാര്യം പറഞ്ഞതാണ് കേട്ടാ ഞാൻ. ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ വരുന്നത് ലിസാർഡ്സിന്റെ സെക്ഷൻ ആണേ.
അന്നേരം ആടെ എന്തെല്ലോ ടൈപ്പില് നമുക്ക് ഇപ്പം ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്പില് ലിസാർഡ്സിന്റെ വെറൈറ്റിയെല്ലാം ഉണ്ട്. ദാ കണ്ടാ അവിടെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. പിന്നെ ഓരോന്നൊന്നും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു പാമ്പോ മറ്റാണ്. പക്ഷെ ലിസാർഡിന്റെ ആ ഒരു സെക്ഷനിലാണ് ഉണ്ടായത്. കാണുമ്പോ ഒരു പാമ്പിനെ കണക്ക് തന്നെ ഉണ്ട്. എന്നാന്ന് സംഭവം ഒന്നും അറിയുന്നില്ല. പിന്നെ ഓരോന്നും നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ല ട്ടാ. ഇതിപ്പോ പച്ച കളറാണെങ്കി അതിന്റെ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കണ്ടാ ഇങ്ങനത്തെ സാധനമെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അനുവാദിക്കെല്ലാം നല്ല എക്സൈറ്റഡ് ആണ് ട്ടാ. അവര് ചെറിയ പ്രായത്തിലാ ഒരു 4 വർഷം മുമ്പ് 4 വർഷവുമല്ല ഒരു 5, 6 വർഷം മുമ്പാ നമ്മളിങ്ങോട്ട് വന്നത്. അനുനിയാദിക്ക് എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സ് ആ ഒരു പ്രായം മാത്രമേ ഉണ്ടായിട്ടു. അന്നേരം അവർക്ക് അത്ര വലിയ ഓർമ്മയില്ല. എല്ലാ കാര്യവും കണ്ടതായിട്ട്. ഇപ്പം കുറച്ചും കൂടി മനസ്സിലാവാൻ തുടങ്ങിയല്ലോ. നന്നായിട്ട് വായിക്കാനെല്ലാം അറിയുന്നുണ്ടല്ലോ. അന്നേരം അവിടെ വന്നിട്ട് ഓരോന്നിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം ഒരു ഇഷ്ടായത് അല്ലെങ്കിൽ കാണാൻ പേടിയുള്ളതല്ലോ ട്ടാ. പിന്നെ ആംഫിബിയൻസ് ആൻഡ് ഫിഷസിന്റെ സൈഡിലേക്ക് വന്നുവേ. ഇവിടെ ഈ പറഞ്ഞ കണക്ക് തവള അങ്ങനെയുള്ളത് വെള്ളത്തിലുള്ളത്, പിന്നെ പാമ്പല്ല മീൻസ് മീനുകള് അങ്ങനെല്ലാം ഉള്ളത് ട്ടാ. തവളേനെല്ലാം കാണുമ്പോ എനക്കെന്തോ ഒരു നമ്മള് ഒരു ഞെട്ടക്കേടാവെന്ന് പറയില്ലേ അതുപോലെ. അതിന്റെ ഇടയിൽ ഒരു ആമേനെ കണ്ടിട്ട് അനുവാദ്യം പറയുന്നുണ്ട് അമ്മയാമയും കുഞ്ഞനാമയും എന്നുള്ളത്. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം ഇങ്ങനത്തെ തന്നെ കേട്ടാ. മീനും ആമകളും അതുപോലെ തവളകളും ഇങ്ങനെല്ലാം ആയിട്ടേ. എനക്കിതെല്ലാം കാണുമ്പോലും അത്ഭുതം ഒന്നും അറിയാം. അവരതിന്റെ ഹാബിറ്റാറ്റ് എത്ര വൃത്തിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്തതിന് നോക്കിയേ. കാണുമ്പോ നമുക്കതൊരു ഉണ്ടാക്കിയതാണെന്നോ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. കാരണം സാധാരണ നമുക്ക് മോളിന്ന് ആ ഗ്ലാസ് ഒന്നും ഇല്ലാണ്ട് മോളിന്ന് നോക്കുന്ന സമയത്ത് സാധാരണ ഒരു കാട്ടും പ്രദേശം, ഒരു വെള്ളം ഒഴുകുന്നത്, അതിന്റെ അടിയിൽ മീൻ പോലെ തോന്നില്ലേ. നല്ല ഭംഗിയായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടാ. പിന്നെ ആ ഒരു ലൈറ്റും എല്ലാം കൂടിയിട്ട് പുറത്ത് ലൈറ്റ് ഇല്ലല്ലോ. അകത്ത് മാത്രമേ ലൈറ്റ് ഇല്ലൂ. അതിന്റെ അകത്ത് മാത്രമേ ലൈറ്റ് ഇല്ലൂ. അതും കൂടി ആവുമ്പം ആ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞി കുഞ്ഞി മീനായാലും. പിന്നെ ഇതാ തേള്. അന്നേരം അനുവിനെ അധികം അത് കണ്ടതിന് ഇങ്ങനെ സ്കോർപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോ പക്ഷെ അധികം സ്കോർപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട് അധികം ഒന്നും ഉണ്ടായിട്ടില്ലേ. അതിലേതോ ഒറ്റൊന്ന് മാത്രമേ ഉണ്ടായിട്ടു. പക്ഷെ അതൊരു ഇരുട്ടിലാ വെച്ചിന്. അതുകൊണ്ട് വീഡിയോയിൽ അത്ര കിട്ടിയില്ല. പിന്നെ ഇതുപോലെ ഓരോരോ സൈഡിലേക്ക് പോകുമ്പോ ഇതുപോലെ കയറ് വെച്ചിട്ടുള്ള ഒരു കർട്ടൻ വെച്ചിന്. അത് നല്ല വെയിറ്റ് ഉണ്ട് ട്ടാ. അത് നമ്മ പെട്ടെന്ന് വിടുമ്പോ നമ്മളെ വീട്ടിൽ തന്നെ അടിക്കുന്ന സമയത്ത് നമുക്ക് വേദന എടുക്കുന്നുണ്ട്. നുനിയാദിക്ക് അത് പോവാൻ മടി തന്നെ അതിലൂടെ പോവാൻ വേണ്ടിട്ട്. ഇതിപ്പോ ബേർഡ്സിന്റെതാണ് വരുന്നത്. മുമ്പ് ഇവിടെ നെറ്റ് ഇട്ടതായിട്ടാ ഓർമ്മ. മുമ്പ് ഞാൻ വരുന്ന സമയത്ത് കുറെ കിളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ടായിന്. ഇപ്പൊ അധികം കിളികളൊന്നും ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു കേട്ടാ. ഇപ്പൊ അങ്ങനെ ഫ്ലമിംഗോ ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കിളികളിൽ അതിലെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ അധികമൊന്നുമില്ല. കണ്ട ഇങ്ങനെ ഒരു ഗുഹേന്റെ മുകളിലെല്ലാം പോയിട്ടിരിക്കുന്നത് ഇവിടെ ഒന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒന്ന് കുത്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇവർ ഈ പെയിന്റിങ് ചെയ്താണൊക്കെയാണേ. നമുക്ക് കാണുമ്പോ ഇങ്ങനെ വിശാലമായിട്ടുള്ള ഡെസേർട്ട് പോലെയില്ലേ. പക്ഷെ അത് ചുമരിന് അവര് പെയിന്റ് കൊടുത്തതാണ്. ഇങ്ങനെയുള്ളതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോ തന്നെ അത് കാണുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആണ്. ഫുൾ എ സി ആണ് കേട്ടോ. അതുകൊണ്ട് വലിയ ചൂടൊന്നും എടുക്കൂല. നല്ല കൂളായിട്ട് നടന്നിട്ട് പോകാൻ പറ്റും. അന്നേരം ഇങ്ങനെയുള്ള ഈ കർട്ടൻ കണക്കിലെ കയറില്ലേ, കയറിന്റെ അടുത്തേക്ക് അനുവാദം അവിടെ സ്റ്റോപ്പ് ആവും. ഞാനത് തുറന്നു കൊടുക്കുകയെന്ന് കേട്ടോ അവർക്ക് കയറാൻ വേണ്ടിയിട്ട്. അവർക്ക് അതെന്തോ കണ്ടാ കണ്ടാ ആ ചേട്ടൻ പോകുമ്പോ അതിന്റെ ബാക്കിലേ നുഴഞ്ഞു പോവേന്ന് രണ്ടും. ഫ്ലമിംഗോനെ ആകെ ഒന്നിനെ മാത്രമേ കണ്ടിട്ടു ട്ടാ. പിന്നെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണക്കെല്ലാം ആക്കി വെച്ചിട്ട് അതിലിങ്ങനെ വെള്ളമെല്ലാം ഒഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലോസ്ഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അധികം ചൂടുമില്ല. തണുപ്പ് തന്നെയായിരിക്കും. ആ ഒരു എസിന്റെ ഒരു എഫക്റ്റ് കിട്ടുമല്ലോ. അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ അതിന്റെ ഉള്ളില് കുറച്ച് സമയം ഇങ്ങനെ റൗണ്ട് അടിക്കാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് സമയം ഉള്ളിലോട്ട് പോകും. പിന്നെ വീണ്ടും വേറൊരു വഴി പുറത്തേക്ക് ഇറങ്ങും. ഇതന്നെ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് കവർ ആവുന്ന രീതിയിൽ ഫുൾ ഏരിയയിൽ വ്യൂ കിട്ടുന്ന രീതിയിൽ. പിന്നെ അവസാനം കേറിയത് ഇതാ അത് നൈറ്റ് ആനിമൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണേ. ആദ്യം കണ്ടത് തന്നെ നമ്മള് വവ്വാല്. നമ്മള് വാതില് എന്നെല്ലാം പറയുന്നില്ലേ, ആ സാധനം കണ്ടാ ഇതിലേ ഇങ്ങനെ പറക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് ഇരുട്ടായിരിക്കും, പുറത്ത് ഇരുട്ടായിരിക്കും. നമുക്ക് അങ്ങനെ വലിയ വിസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഇടയിൽ ഒരു ലൈറ്റില് അതിങ്ങനെ പാസ് ആവുന്നത് കാണുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ അടിയൊടിയെല്ലാം തൂങ്ങി നിൽക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് വരുന്നതും
ഈ ഒരു ഏരിയ തന്നെ, ഈ ബേർഡ്സിന്റെ ഏരിയയിലേക്ക് തന്നെയാണ് കേട്ടാ. പിന്നെ ഈടെ കുറച്ച് വേറെ എന്തെല്ലോ ആനിമൽസ് ഉണ്ട് കേട്ടാ. പൂച്ച ഇനങ്ങളാണേ. ഇതൊരു കാട്ടുപൂച്ചേന്റെ ഇനത്തിൽ പെടുന്നതാണേ. ഞാനിങ്ങനെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. ഇതിന്റെ പേര് ഇതാന്ന് കാണിക്കുന്നത്. വൈൽഡ് കാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ ഇതിലുള്ളത്. അതിന് ശേഷമുള്ളത് സാധാരണ സാൻഡ് കാറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് അതായത് മണലിൽ ജീവിക്കുന്നത്, മരുഭൂമിയിൽ ജീവിക്കുന്ന ടൈപ്പ് സാൻഡ് കാറ്റ്. അതിന്റെ ഹാബിറ്റാറ്റ് അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കും. കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അന്നേരം അനുവാദിയ തന്നെ പറയുന്നത്. അനുവാദിക്ക് പൂച്ചേനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇത് സാധാരണ നമ്മൾ നാടൻ പൂച്ചേനെ കണക്കില്ലേ, പക്ഷെ അത് വേറെന്തോ ഒരു ടൈപ്പ് പൂച്ചയാണ്. ഈ പറഞ്ഞ കണക്ക് നൈറ്റ് ആനിമൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെക്ഷനിലായിട്ടാണ് ഇതിനെ ഇട്ടിട്ടുണ്ടായത് കേട്ടാ. കാരണം ഇരുട്ട്, അധികം ലൈറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഇങ്ങനെയല്ല, എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. കീരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാണുമ്പോ എനിക്ക് എന്തെല്ലോ തോന്നുന്നുണ്ട്. പക്ഷെ അതാണോന്ന് അറിയില്ല കേട്ടാ. ഇത് കുറുക്കന്റെ ഒരു കൂടാണേ. കുറുക്കൻ അതിന്റെ ഉള്ളിലുണ്ട് തോന്നുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം അധികം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു വെറൈറ്റി ആനിമൽസിന്റെ എല്ലാം കുറെ കണ്ടു കേട്ടോ അവിടുന്ന്. ഇരുട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വെളിച്ചത്തിലേക്ക് എത്തിയേ. അത് നേരെ പോകുന്നത് ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റിലേക്കാണ്. നമുക്ക് റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല. നമുക്കിങ്ങനെ നടന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടെല്ലാം വരാം. അവിടെ ഈ അറേബ്യൻ ഒറിക്സ് പോലെയുള്ള ആനിമൽസ്, അതുപോലെ മാന്റെ ഒരു ടൈപ്പ് ഇല്ലേ, എനിക്ക് അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കാണുമ്പോൾ ഒരു അറേബ്യൻ ഒറിക്സിന്റെ എല്ലാം ഒരു ലുക്കിലുള്ള ഒരു സംഭവങ്ങളെല്ലാം ആനിമൽസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. കുറച്ച് ദൂരെ കുറേ ഗുഹകളെല്ലാം ഉണ്ട്. ചിലപ്പോ അതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ആനിമൽസ് ഉണ്ടോ അറിയില്ല. ഇതിപ്പോ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ എന്താ പറയല്, ഇങ്ങനെ മലകളിലാക്കി കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. പിന്നെ അതിന്റെ ആനിമലും ഈ പറഞ്ഞ കണക്ക് ഒന്നോ രണ്ടെണ്ണല്ല, കുറച്ചധികം ഉണ്ട്. പക്ഷെ അങ്ങ് ദൂരത്തൊക്കെ, ദൂരം ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു അതിന്റെ ദൂരം ആ ഒരു ഗുഹേന്റെ ഉള്ളിലെല്ലാം കയറി ഇരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ആട്ന്ന് മെല്ലെ ഇറങ്ങിയേ. ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ചായയും കുടിച്ചാട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് പിന്നെ വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. വാഷ്റൂമിൽ പോകണമെങ്കിൽ പോവാ. പിന്നെ ആടുന്ന് നേരെ പുറത്തേക്ക്. ഇതാണ് കുറച്ച് വലിയ വലിയ ആനിമൽസ് ഉള്ളത്. ഈ കേറി പോകുന്നത് അനുവിന്റെ അതിന്റെ ഫേവറേറ്റ് ആയിട്ട് ആനിമലാണ്. മനസ്സിലായ? കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? അനുവിന്റെ അതിന് സൗഹൃദ സംഭാഷണങ്ങൾ തുടങ്ങുന്നുണ്ട് ട്ടാ. കണ്ടാ? കമ്പനി ആയിട്ടുണ്ട് അവര്. പക്ഷെ നമ്മള് ഇവിടുന്ന് ആക്ഷൻ കാണിക്കുന്നതല്ലാണ്ട് അവർക്ക് ഒരു മൈൻഡും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിത് സ്ഥിരം കാണുന്നതല്ലേ. ഒരു പുച്ഛഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നതല്ലാണ്ട് ഒരു മൈൻഡും ആക്കുന്നില്ല കേട്ടോ നമ്മളാ. അതിന്റെ ഇടയില് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളെ കണ്ടു. ദാ കണ്ടാ? കുറച്ച് ബഹുമാനമുള്ളതാണ്. കൂട്ടത്തിൽ ബഹുമാനമുള്ള പുള്ളിയാണിത്. എന്തെങ്കിലും വഴക്കെല്ലാം ഉണ്ടാവുന്ന സമയത്ത് മൂപ്പര് പോയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അന്നാടും വഴക്ക് കൂടുന്നവരെല്ലാം 4 ഭാഗത്തേക്ക് പോയി. ഒരു കാരണവർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാന്ന് തോന്നുന്നു കാണുമ്പോ കേട്ടാ. അതിന്റെ ഇടയില് എന്താ പറയല്, ഒന്ന് ഉറക്കം തൂക്കുന്ന കണ്ടാ? അവിടെ ഇരുന്ന് ഉറക്കം തൂക്കിയെന്ന്. ഇപ്പൊ അവസാനം ഇങ്ങനെ പല്ലോണ്ടെല്ലാം എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഉറക്കം തൂക്കി അവസാനം അത് അവിടെ പോയിട്ട് കിടന്നിട്ട് കമിഞ്ഞങ്ങ് കിടന്നിട്ട് ഉറങ്ങുവേ.
അങ്ങനെല്ലാം ആയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് ആടെ തന്നെ കുറേ സമയം അനുവാദി സ്പെൻഡ് ചെയ്തു. കാരണം അനുവിനെ അധികം കണ്ടിട്ട് മതിയാവുന്നില്ല. കാരണം എന്താ പറയല് നല്ല ബുദ്ധിയില്ലതുപോലെ അത് ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ. പേനെടുത്ത് കൊടുക്കുന്നത് അതെല്ലാം കണ്ടിട്ട് അനുവിനെ അധികം ഇങ്ങനെ മതിയാവുന്നില്ല. പിന്നെയുള്ളത് ഈ ചെന്നായ അതെല്ലാം ഇല്ലതാണ് കേട്ടാ. ആ ഒരു സൈഡിലാണ്. ചെന്നായ എന്നെന്ന് തോന്നുന്നു കാണുമ്പം. ആ, അവിടെ ഈ ഒരു സൈഡിലാണ് അധികം ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ കുറച്ച് തണുപ്പ് കൂടുതലായതുകൊണ്ട് രണ്ടെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചൂടും അങ്ങനെ സമയം ഏകദേശം ഒരു 12 മണിയെല്ലാം ആയിനി. ആ ചൂടെല്ലാം ആയതുകൊണ്ടായിരിക്കും അത് തണലത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഈ സംഭവത്തിന് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. വിജയിന്റെ ലിയോ എന്ന് പറഞ്ഞ മൂവിയിലുണ്ടായ ഹൈന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനിമലാണ്. പ്രൊണൗൺസിയേഷൻ ഇതാണോന്ന് എനിക്ക് ശരിക്കും അറിയില്ല. മൂപ്പര് അങ്ങ് ദൂരെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിരുന്നു. ഫുഡെല്ലാം അടിച്ചിട്ട് ഉറങ്ങുന്നതാന്ന് തോന്നേ. ഏകദേശം എല്ലാം ഉറങ്ങുന്നുണ്ടായി. ഈ സമയമാവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഉച്ചക്ക് നമ്മൾ ഉച്ച ഉറക്കം എന്ന് പറയുന്നില്ലേ, അതായിരിക്കും മിക്കവാറും. അങ്ങനെ ആടുന്ന് കണ്ട് അത് കാണുമ്പോ തന്നെ അനുനി അധികം പേടിയാവുന്നു. ആ സിനിമയിൽ തന്നെ കുറച്ച് കാണുമ്പോ നമുക്കൊരു പേടിയാവുന്ന ഒരു ഇതല്ലേ. പിന്നെ നേരെ പോയത് ചീറ്റേന്റെ ആ ഒരു സെക്ഷനിലേക്കാണ്. ചീറ്റ സാറിന്റെ അടുത്താ മൂപ്പര് ഈ പറഞ്ഞ കണക്ക് അങ്ങ് ദൂരത്ത് ഉറങ്ങുന്നതാണേ. അതുകൊണ്ട് പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് നമ്മടെ കുറച്ച് സമയം ഇരുന്നു. കുറച്ച് സമയമില്ല നടക്കുന്നത്. അതുകൊണ്ട് കാലം നല്ലോണം വേദനെടുക്കുന്നുണ്ട്. ചൂടില്ലാന്നേലും പക്ഷെ കാല് നടന്നിട്ട് കാലിലും നല്ല വേദനയുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി. ആടുന്ന് അടുത്ത ആളെ പരിചയപ്പെട്ടു. മൂപ്പരും നല്ല ഉറക്കം ഉണ്ടായിന്. അന്നേരം ഇടയ്ക്ക് ഇങ്ങനെ ഞെട്ടിയിട്ടുള്ള സ്വപ്നം കണ്ടിട്ടെല്ലാം ഞെട്ടി എണീക്കുന്നെല്ലാം ഉണ്ടായിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷനിൽ പോയി. ഈ ഉച്ചയാകുമ്പോ എല്ലാവരും ഉച്ച ഉറക്കത്തിലല്ലേ. എനിക്ക് തോന്നുന്നു രാവിലെയോ വൈകുന്നേരം എല്ലാം പോകേണ്ടി വരും തോന്നുന്നു. പിന്നെ മൂപ്പരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് മെല്ലെ നമ്മ മുന്നോട്ട് നടന്നു കേട്ടാ. ഇതും കൂടി കഴിഞ്ഞാടും വൈൽഡ് ലൈഫ് സെന്ററിന്റെ കാഴ്ചകളിലും കഴിഞ്ഞുവേ. നമ്മൾ നേരെ പുറത്തേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങി. ഈ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നേരെ പാർക്കിങ്ങിലേക്ക് പോയിട്ട് വണ്ടി കയറി. ചൂടിനെയും കാട്ടി എനിക്ക് തോന്നുന്നുണ്ടല്ലോ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ വെയിലിന്റെ കാഠിന്യം കൊണ്ട്. അങ്ങനെ നേരെ വണ്ടി കയറി ഇരുന്നിട്ട് അടുത്ത പ്ലേസിലേക്ക് പോയി. ഇതിന്റെ അകത്ത് തന്നെ. പക്ഷെ ആടുന്ന അടുത്തേക്ക് നടക്കേണ്ട അവസ്ഥ ആലോചിച്ചിട്ട് വണ്ടി എടുത്തിട്ട് തന്നെ അതിന് തൊട്ട് മുന്നിൽ പോയിട്ട് പാർക്ക് ചെയ്തുവേ. ഇത് പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആ വരുന്നത്. അതിന്റെ അകത്ത് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കാണാനുള്ളത്. അനുവിനെ അധികം ആ വണ്ടി കുറച്ച് സമയം ഇരുന്നിട്ട് അപ്പോഴേക്കും അടുത്ത സ്ഥലത്ത് എത്തിയല്ലോ. അധികം തണുപ്പൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് ചൂടായതുകൊണ്ട് കോട്ടെല്ലാം ഊരി കയ്യിൽ പിടിച്ചു കേട്ടാ. ഞാനത് ഇടുന്ന് പറയുമ്പം ഒരു പുച്ഛ മുഖഭാവം ഇട്ടിട്ട് അത് തലയിലേക്ക് കൂടി നടക്കുന്നതാ നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം എടുത്ത ടിക്കറ്റ് ഇല്ലേ അത് ഇവിടുത്തെ റിസപ്ഷനിലും കൊടുക്കണം. അവരത് സീൽ ചെയ്ത് തരും. നമുക്ക് ഈ 20 ദറംസ് അല്ലെങ്കിൽ 21 ദറംസ് കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ അകത്ത് ഫുള്ള് എസ് ഉണ്ട് കേട്ടാ. നമ്മ മുമ്പ് വരുമ്പോ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടായി. ഇവിടെ നിറച്ചും പ്ലാന്റ്സ് ആ ഉണ്ടായതേ. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു തണുപ്പിന്റെ സമയത്താണ്. അതുകൊണ്ടാന്ന് തോന്നി. ഇപ്പൊ ചൂടിന്റെ ഒരു കാലാവസ്ഥയില് ഇത് മീൻസ് നട്ട് വളർത്താനുള്ള ടൈം ആയിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് ഒഴിഞ്ഞതുപോലെ അധികം അങ്ങനെ കളർഫുൾ ഒന്നും അല്ല.
പിന്നെ അങ്ങനെ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഈ പറഞ്ഞ കണക്കന്നെ കുറെ കടലാസ് പൂ മാത്രേ ഇല്ലൂ. അധികം വേറെ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല ട്ടാ. മുന്നേ ഉണ്ടാവുന്ന സമയത്ത് നിറയെ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടായിനി. അന്നേരം അത് കാണാനൊരു ഭംഗിയാണ്. എന്നാലും ഇപ്പം പച്ചപ്പിനൊരു കുറവുമില്ല. കണ്ടാ? ചുറ്റോട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അവര് അറേഞ്ച് ചെയ്ത് വെച്ചിന്. എന്നാലും ചെറുതായിട്ടൊരു മങ്ങിയ പോലെ. അല്ലെങ്കിൽ നിറയെ പൂക്കളും എല്ലാം ഉണ്ടാവുന്നതാണ്. ഞാന് പറയുന്നത് ഒരു 5, 6 കൊല്ലത്തിന് മുമ്പത്തെ കാര്യമാണ്. ഇപ്പൊ റീസെന്റ്ലി ഒന്നും പോവാത്തോണ്ട് എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പൊ ചൂടായതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ അത്ര ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്. അങ്ങനെ ആട്ന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് വാഷ്റൂമിലെല്ലാം പോയി ഒന്ന് നല്ല ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ മിറർ എന്നെ കാണുമ്പോൾ ഞാൻ എൻ്റെ തന്നെ വീഡിയോ എടുക്കുകയാണ്. കാരണം എൻ്റെ പുതിയ ചുരിദാറാണ് ഗൈസ്. എല്ലാവരും കാണിക്കണല്ലോ. ഞാൻ ഈ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോയിനെന്ന് പറഞ്ഞിട്ടില്ലേ, ആ സമയത്ത് എടുത്ത എൻ്റെ ചുരിദാറാണ്, പുതിയ ചുരിദാറാണ്. അനു ആദ്യം വെയിറ്റ് ചെയ്തൊരു പ്ലേസിലാണ് കേട്ടോ ഇപ്പം പോകുന്നത്. ചിൽഡ്രൻസ് ഫാം. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ആനിമൽ, അധികം അത് ബുദ്ധിമുട്ടിക്കാത്ത ടൈപ്പ് ആനിമൽ അല്ലേ, അതുപോലത്തത്. നമുക്കങ്ങനെ അത് മീൻസ് അതിന്റെ കൂടിനകത്ത് തന്നെയായിരിക്കും, നമുക്ക് ടച്ച് ചെയ്യാനെല്ലാം പറ്റും കേട്ടാ. അങ്ങനെ അതിന്റെ അകത്തേക്ക് പോയി റിസപ്ഷനിൽ കൊടുത്ത് ടിക്കറ്റ് വീണ്ടും അവിടുന്ന് സീൽ ചെയ്യിപ്പിച്ചു. ഈടെ നമ്മ ലാസ്റ്റേ പ്രിഫർ ചെയ്യലു. എല്ലായിടത്തും പോയതിന് ശേഷം ഇവിടെ പോയാൽ മതിയെന്നേ പറയലു. കാരണം ഇത് ഔട്ട്ഡോർ ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല ചൂടുണ്ടാവും. പക്ഷെ മോളില് ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിലൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു തെറിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആടെ എത്തുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളത്തുള്ളി ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു തണുപ്പ് കിട്ടുന്നുണ്ട്. എന്നാലും നല്ല ചൂടാണ്. പിന്നെ ആദ്യം തന്നെ കണ്ടത് കണ്ടാ? മൂപ്പര് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോന്നെല്ലാം പറഞ്ഞിട്ട് എത്തി നോക്കുന്നെല്ലാം ഉണ്ട്. അനു കൈ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കയ്യേ കടിച്ചിട്ട് കൊണ്ടുപോകും. അധികം എടുക്കാൻ നിൽക്കണ്ട. കാരണം നല്ല കഴുത്ത് നന്നായിട്ട് ഉയരൂല്ല അതല്ലേ. പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ നമ്മൾ കയ്യാരം പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയായില്ലേ. അങ്ങനെ അനു ആദ്യം നല്ല എക്സൈറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നേ. ദാ അടുത്ത ആളെ കണ്ടു. ആട്. അന്നേരം ആട് കരയുന്ന പോലെ മ്മേ ന്നലാക്കുന്നുണ്ട് രണ്ടാളും കൂടിയിട്ട് കേട്ടാ. ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ആടാതെ. നമുക്ക് പിന്നെ പറയുമ്പോ എല്ലാം ആട്. പക്ഷെ അതിനെല്ലാം ഓരോരോ പേരുണ്ടല്ലോ. പിന്നെ ഇല്ല അവിടുത്തെ ഹൈലൈറ്റ് ആണ്. ദാ നമുക്കിങ്ങനെ പശുവിനെ കറക്കാൻ പറ്റും. അത് വെറുതെയാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡില് ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചതാണേ. ഇങ്ങനെ എന്താ പറയാ, നമ്മ ഈ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുമ്പോൾ വെക്കുന്ന കൈക്കിടുന്ന വിരലിനിടുന്ന സാധനം ഉണ്ടല്ലോ, അതാ മറ്റാണ്. അത് വെച്ചിട്ട് നമ്മിങ്ങനെ പാല് പശുവിനെ കറക്കുന്ന പോലെ കറക്കാൻ പറ്റുവേ. അന്നേരം അതിക്ക് വലിയ ത്രില്ലാണ്. അത് അവർക്ക് ഓർമ്മയുണ്ട്. കാരണം മുമ്പൊരു എടുത്ത ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കണ്ടുകൊണ്ട് അത് ഓർമ്മയുണ്ട്. എന്നിട്ട് അതിങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് നാട്ടിൽ വിളിച്ചിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ പശുവിനെ കറക്കി കേട്ടാ, ഞാൻ പശുവിനെ എല്ലാവരും കറക്കിയോ കറന്നു എന്നാ പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്നത്. പിന്നെ നിലത്ത് കിടക്കുന്ന പുല്ലെടുത്തിട്ട് അനുവാദി അതിന് തന്നെ കൊടുക്കുന്നുണ്ടേ. അന്നേരം ഇത് ആടാണെങ്കിൽ കഴിക്കുന്നുണ്ട്. അന്നേരം അനുഞ്ഞാതിക്ക് വലിയ സന്തോഷമായി. കാരണം കുത്തൂലാന്ന് ഉറപ്പുണ്ടല്ലോ, അത് പുറത്തേക്ക് അങ്ങനെ വരില്ല എന്ന് ഉറപ്പുണ്ട്. അതിന് തൊടണം എന്നെല്ലാം ഉണ്ട്. അന്നേരം പക്ഷെ തൊടുമ്പം അതിങ്ങനെ വായു തുറന്നിട്ട് വരുന്നത്. അന്നേരം അതൊരു പേടിയായി.
ആടിനെ നോക്കി നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് പശു പിന്നെ ഇങ്ങനെ അവിടെ കിടക്കുന്നതുകൊണ്ട് അതിനെ വലിയ മൈൻഡ് ആക്കിയിട്ട് അതിന്റെ ഇടയിൽ അജയേട്ടൻ പറയുന്നുണ്ട്, അനുവാദി നിന്റെ ഫ്രണ്ട് ഇതാ ഇടാ വന്ന് ഇവിടെ ഉണ്ട്, വേഗം ഓടിവാ. അനുവാദി അരുവാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുമ്പോ അതൊരു കഴുതയാണ് കേട്ടാ. അനുവാദി അതിന്റെ സൗണ്ടെല്ലാം ആക്കിയിട്ട് അതിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ കഴുതക്ക് അനുവിനി അതിന് പുച്ഛത്തോടെയാ നോക്കീനി. പിന്നെ കുറച്ചും കൂടി മുന്നിലോട്ട് നടന്നു. ആടേല് കുഞ്ഞാടുണ്ട്. അപ്പോഴേക്ക് അജയേട്ടൻ ഒന്നിനെ തൊട്ട് കാണിച്ചു. അത് തൊടാനായിട്ടാന്ന് തോന്നുന്നത് മുകളിൽ കയറി നിൽക്കുന്നുണ്ടായിന്. അനുവാദിക്ക് നല്ല സന്തോഷായേ. അനുവാദി എന്നിട്ട് നിലത്ത് കിടക്കുന്ന പുല്ലെടുത്തിട്ട് ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ട് ടച്ച്, അത്രേ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമല്ലോ, എന്നാലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അതിന്റെ ഇടയിൽ ഒരു സാറ് കിടന്നിട്ട് പുല്ല് നിന്നുണ്ട് കേട്ടാ. ഇടക്കെത്തി നോക്കുന്നുണ്ട് എന്നല്ലാണ്ട് വലിയ മൈൻഡൊന്നുമില്ല. അത്ര സമയം നിൽക്കുമ്പോ തന്നെ ആകെ ക്ഷീണം പിടിച്ചു കേട്ടാ. എന്നിട്ട് ഞാനിങ്ങനെ ആ ഒരു പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നില്ലേ, അവിടെ പോയിട്ട് നിൽക്കുകയെന്ന്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് കാറ്റ് വീശുമ്പോൾ അത് വേറെ വഴിക്ക് പോവേ. കുറച്ച് സമയം ട്രൈ ചെയ്തു. അവസാനം പിന്നെ പോട്ടപ്പാന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് വണ്ടി ചാടി കയറിയിട്ടിരുന്നു. പിന്നെ അങ്ങനെ ഏകദേശം 2:30 ആയിട്ടുണ്ടാവും സമയം. പിന്നെ ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ആകെ ക്ഷീണം പിടിച്ചിനി, എന്നാലും ഓക്കെ, അടിപൊളി ട്രിപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇഷ്ടമായിട്ടില്ലെങ്കിലും പറഞ്ഞോട്ടാ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കൊണ്ടുവരാനാവോ നോക്കാലാ. എന്നാ പിന്നെ ആയിക്കോട്ടെ കേട്ടാ. ബൈ.